ഖുർആൻ ഓതുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന 3 പ്രതിഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1. മൻ ഖറഅൽ ഖുർആന യബ്തഗി ബിഹി വജ്ഹല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ കാന ലഹു ബിക്കുല്ലി ഹർഫിൻ 10 ഹസനാത്തിൻ. ഓരോ അക്ഷരത്തിനും അല്ലാഹു തആല 10 നന്മ രേഖപ്പെടുത്തും. മാത്രമല്ല വമഹു 10 സയ്യിആത്തിൻ, 10 തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അഥവാ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ഒരാൾ ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് നമുക്ക് കിട്ടാൻ പോകുന്നത് 10 നന്മ രേഖപ്പെടുത്തുകയും 10 തിന്മ മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പോൾ അലിഫ് എന്ന് പറയുമ്പോൾ ഒരക്ഷരമാണ്. അലിഫ് ലാം മീം എന്നോതുമ്പോൾ 3 അക്ഷരമാണ്. അപ്പോൾ 30 നന്മ നമുക്ക് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല 30 തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 പേജോ 2 പേജോ 1 ജുസോ ഒക്കെ നമ്മൾ ഓതുമ്പം എത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഓതിപ്പോകുന്നത്, എത്ര പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഖുർആൻ ധാരാളം ഓതാൻ ഈ പ്രതിഫലം നമ്മളെ പ്രചോദിപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഒരുപാട് ഖുർആൻ ഓതാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? ഇഖ്റഉൽ ഖുർആന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഖുർആൻ ഓതണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ പരലോകത്ത് ഖുർആൻ്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്. ഖുർആൻ എന്ത് ചെയ്യും? ശുപാർശ ചെയ്യും. അഥവാ നമ്മൾ പരലോകത്ത് കുടുങ്ങുകയാണെങ്കിൽ ഖുർആൻ അവിടെ വന്നിട്ട് ഇടപെടും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഈ മനുഷ്യൻ ഖുർആൻ ഓതിയ മനുഷ്യനാണ്, എന്നെ നല്ലോണം പാരായണം ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇയാളെന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം എന്ന് ഖുർആൻ പറയുകയും നമ്മളെ പിന്നാലെ കൂടുകയും ചെയ്യും, നമ്മൾ രക്ഷപ്പെടുന്നവരെ. അപ്പോൾ ഖുർആൻ ഓതിയാൽ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യും? ശുപാർശക്ക് ഉണ്ടാവും എന്ന്. മൂന്നാമതായിട്ട് എന്താണ് പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർആൻ്റെ ആളുകൾ അഥവാ ധാരാളം ഖുർആൻ ഓതുന്ന ആളുകൾ, ആ ആളുകൾ പരലോകത്ത് വരുമ്പോൾ ഖുർആൻ പറയും അള്ളാഹുവിനോട്. എന്താണ് പറയുക? യാ റബ്ബി ഹല്ലിഹി. അള്ളാഹുവേ, ഈ മനുഷ്യന് നീ കിരീടം ധരിപ്പിക്കണം. ഖുർആൻ ധാരാളം ഓതുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യന് നീ കിരീടം ധരിപ്പിക്കണം എന്ന് പറയും. അങ്ങനെ ഫയുൽബസു താജുൽ കറാമ. അങ്ങനെ അള്ളാഹു തആല എന്ത് ചെയ്യും? കിരീടം ധരിപ്പിക്കും ആ മനുഷ്യനെ. ഖുർആൻ പറഞ്ഞ് കേട്ട് ഞാൻ എന്ത് ചെയ്യും? കിരീടം ധരിപ്പിക്കും. എന്നിട്ട് ഖുർആൻ നിർത്തൂല, പിന്നെയും പറയും. സുമ്മ യഖൂലു, പിന്നെയും പറയും, യാ റബ്ബി സിദ്ഹു, ഇനിയും പഠിച്ചോനെ, ആ കിരീടം മാത്രം പോരെ, ഇനിയും അധികരിപ്പിക്കാൻ പറയും. അപ്പോൾ ഫയുൽബിസു ഹുല്ലത്തുൽ കറാമ. അങ്ങനെ വീണ്ടും ഖുർആൻ പറയുമ്പോൾ അല്ലാഹു തആല ഒരു ജോഡി വസ്ത്രം ധരിപ്പിക്കും. അങ്ങനെ കിരീടം ധരിപ്പിച്ച ഈ മനുഷ്യന് പിന്നെന്ത് ചെയ്യും? നല്ല സ്വർഗീയ വസ്ത്രം അല്ലാഹു തആല ധരിപ്പിക്കും. പിന്നെയും ഖുർആൻ നിർത്തുന്നില്ല. ഖുർആൻ പറഞ്ഞു, യാ റബ്ബി ഇർള അൻഹു. ഈ മനുഷ്യനെ നീ തൃപ്തിപ്പെടു പഠിച്ചവനെ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ നീ തൃപ്തിപ്പെടു, നീ ഇഷ്ടപ്പെട് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ഫയർള അൻഹു, ഈ ഖുർആൻ ധാരാളം ഓതുന്ന മനുഷ്യനെ തൃപ്തിപ്പെടും, അള്ളാഹുവായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ അതാ
ആ സമയത്ത് പറയപ്പെടും എന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നതോടുകൂടി അവിടെ പറയപ്പെടും, ഇഖ്റ വർഖ, നീ ഖുർആൻ ഓതുക. ഈ മനുഷ്യനോട് പറയും, ഈ കിരീടം വെച്ച, ഈ സ്വർഗീയ വസ്ത്രം ധരിച്ച ഈ മനുഷ്യനോട് പറയും, നീ ഓതിക്കോ, ഓരോ ആയത്ത് നീ ഓതിക്കോ. വർഖ, നീ കേറിക്കൊണ്ടിരുന്നോ, സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നീ കേറിക്കോ. ഒരായത്ത് ഓതുക, സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും? സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്താൻ കഴിയും. ഓരോ ആയത്ത് ഓതുമ്പോൾ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉന്നതങ്ങളിലെത്താൻ കഴിയും എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്. അതുപോലെ ഖുർആൻ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വരികയാണ്. സ്വർഗത്തിലെത്തിയിട്ടോ കിരീടം ധരിപ്പിക്കുകയാണ്, വസ്ത്രം ധരിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ തന്നെ ഉന്നത സ്ഥാനം നമുക്ക് കിട്ടാൻ വേണ്ടി ഖുർആൻ അവിടെ അള്ളാഹുവിനോട് പറയാൻ. അങ്ങനെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് കയറാൻ അവിടെ സാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ്റെ ആളായി നമ്മൾ മാറണം. നമ്മുടെ റമദാനിൽ മാത്രമല്ല നമ്മൾ ഖുർആൻ ഓതേണ്ടത്, റമദാൻ അല്ലാത്ത കാലത്തും നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു ഖുർആൻ ഓതുന്നൊരു സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്നൊരു സ്വഭാവം എല്ലാ സമയങ്ങളിലും നമുക്കുണ്ടായാൽ നമ്മൾ ഖുർആൻ്റെ ആളുകളായി മാറും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ധാരാളം ഓതാൻ നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ഈ പറഞ്ഞ പരലോകത്ത് വലിയ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.